عليكم ورحمة الله وبركاته. الحمد لله الواحد الأحد الفرد الصمد لم يلد ولم يولد ولم يكن له كفوا أحد. أصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف المرسلين وعلى آله وصحبه ومن والاه. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين. പ്രിയ നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ശിരസ്സ അംഗീകരിച്ചുകൊണ്ട് അവൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരായി ജീവിക്കുവാൻ പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് രഹസ്യ പരസ്യ ജീവിതത്തിൽ സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ തഖ്വയില്ലാതെ, ആത്മാർത്ഥതയില്ലാതെ, ലോകമാന്യത്തിനു വേണ്ടി, ആളുകളെ കാണിക്കുവാൻ വേണ്ടി സുജൂദ് ചെയ്ത് ഭൂമിയിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ ആളുകൾ, അവർക്ക് നാളെ പരലോകത്തെത്തുമ്പോൾ റബ്ബ് അവരെ സുജൂദ് ചെയ്യാൻ ക്ഷണിക്കുകയും ആ സമയത്ത് അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയാത്ത വലിയ നിർഭാഗ്യത്തിലേക്ക് അവരെത്തിപ്പെടുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ചായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചർച്ച ചെയ്തു. ഇതുപോലെ തന്നെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കാത്ത, ഖുർആൻ പഠിപ്പിക്കുന്ന തഖ്വയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്ന തഖ്വയും ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സ്വീകരിച്ചും അള്ളാഹുവിൻ്റെ നിരോധനങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയും പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തിയുമൊക്കെ ജീവിക്കുന്ന മുത്തഖീങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകൾക്ക് എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും സ്വർഗ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കും. ഈ ഭൂമിയിൽ ഇപ്പോൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി എല്ലാ വ്യാഴവും എല്ലാ തിങ്കളവും അള്ളാഹുവിൻ്റെ സ്വർഗ കവാടം തുറക്കും. എന്നിട്ടോ ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ചെറിയ ചെറിയ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. ഇല്ലാ റജുലൻ, ഒരു മനുഷ്യന് പുറത്തു കൊടുക്കൂല. അതാരാ? കാനത്ത് ബൈനഹു ബൈന അഖീഹി ഷൈന, തൻ്റെ സഹോദരന്മാർക്കിടയിൽ വൈരാഗ്യത്തിൻ്റെ പേരിൽ, വിദ്വേഷത്തിൻ്റെ പേരിൽ, പരസ്പരമുള്ള പകയുടെ പേരിൽ വെറുപ്പും വിദ്വേഷവുമായി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഈ തിങ്കളും വ്യാഴവും പാപം പൊറുക്കൂല. എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ പേരിൽ പിണങ്ങിയതല്ല. നമ്മളൊക്കെ പലപ്പോഴും നമ്മളുടെ സഹോദരന്മാരുമായും ബന്ധുക്കളുമായൊക്കെ പിണങ്ങുന്നത് ദീനില്ലാത്തതിൻ്റെ പേരിലോ അവരുടെ ഭാഗത്ത് നിന്ന് ദീനിനെതിരിൽ പ്രവർത്തിക്കുന്നത് കണ്ടിട്ടോ അല്ല. പകരം
അവരെന്ത് ദീനിനെതിൽ പ്രവർത്തിച്ചാലും നമ്മൾ കുഴപ്പമില്ല. ഭൗതികമായി നമ്മുടെ നേരെ അവർ നടത്തുന്ന ഒരു വാക്ക് മതി നമ്മളുടെ വൈരാഗ്യം കൂടാൻ. പോരെ, ഒരു വാക്ക് പോരെ. അത്തരം ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല എന്നാണ് റസൂൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, പരമാവധി വ്യക്തിപരമായ കാര്യങ്ങൾക്ക് മറ്റുള്ളവരോട് വെറുക്കുകയോ വൈരാഗ്യം കാണിക്കുകയോ അവരെ പ്രയാസപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ പിന്മാറണം. കാരണം അള്ളാഹു എല്ലാ തിങ്കളും വ്യാഴവും അള്ളാഹുവിൻ്റെ സ്വർഗ്ഗ കവാടം തുറക്കും. ആ തുറക്കപ്പെടുമ്പോൾ അള്ളാഹു എല്ലാ ദാസന്മാർക്കും പുറത്തു കൊടുക്കും, ഷിർക്ക് ഒഴികെ. ഷിർക്ക് അള്ളാഹു പൊറുക്കൂല. അതുപോലെ തന്നെ ബിദ്അത്തിന്റെയും കാര്യം അപകടമാണ്. അത് രണ്ടും സൂക്ഷിക്കുമ്പോഴാണ് നമ്മൾ മുത്തഖീങ്ങളാകുക. ഷിർക്കില്ലാതെ ജീവിക്കുവാൻ ശ്രമിക്കുക, ബിദ്അത്തില്ലാതെ ജീവിക്കുവാൻ ശ്രമിക്കുക. ഈ ബിദ്അത്തുകളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുള്ളത് സെന്റിമെന്റിൽ നിന്നാണ്. ഒരു വലിയൊരു ശതമാനം ബിദ്അത്ത് കയറി വരിക. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ മാതാപിതാക്കൾ മരിച്ചു പിരിയുമ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും സൽക്കർമ്മം മക്കൾ എന്നുള്ള നിലക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമോ എന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് വലിയൊരു ശതമാനം ബിദ്അത്ത് സമൂഹത്തിൽ കടന്നു വരാറുള്ളത്. അപ്പം അവർ ഖുർആൻ ഓതി, യാസീൻ ഓതി, ഖത്തം തീർത്ത് അതൊക്കെ ഹദിയ ചെയ്ത് പ്രതിഫലം ഉമ്മാക്ക് വാപ്പാക്ക് കൊടുക്കുന്ന വിധം ചെയ്യാൻ കഴിയുമെന്നൊരു ധാരണയിൽ, അതവിടെ ലഭിക്കുമെന്നൊരു ധാരണയിൽ അങ്ങനെ പുരോഹിതന്മാർ മനുഷ്യരെ പഠിപ്പിക്കുന്ന കാരണത്താൽ അവർ ബിദ്അത്തിന്റെ മാർഗത്തിലേക്ക് കടക്കും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളുടെ മക്കളുടെ പ്രവർത്തനങ്ങൾ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് കിട്ടുമെന്ന് പറഞ്ഞ സുനിശ്ചിതമായ കാര്യങ്ങളുണ്ട്. അത് ഖുർആനും പഠിപ്പിച്ചിട്ടുണ്ട്, പ്രവാചകന്റെ ചര്യയും പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെ മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മൾ ചെയ്യാവൂ. അല്ലാത്ത ബിദ്അത്തുകൾ ചെയ്താൽ സ്വർഗത്തിൽ നിന്ന് അകറ്റപ്പെടും. അതാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞത്, സുജൂദ് ചെയ്യാൻ കഴിയാത്ത നിർഭാഗ്യവാന്മാർ. ഈ ആഴ്ച നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ബിദ്അത്ത് ചെയ്ത് വളരെ സെന്റിമെന്റലായിട്ട് നമ്മളുടെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും കിട്ടണം, പ്രതിഫലം കിട്ടണമെന്ന പ്രതീക്ഷയിട്ട് ആഗ്രഹത്തോടു കൂടിയാണ് ചെയ്തത്. പക്ഷേ അത് അവർക്ക് കിട്ടിയില്ലെന്ന് മാത്രമല്ല, നമ്മൾ അല്ലാഹു സ്വർഗത്തിൽ നിന്ന് അകറ്റും. അത് വലിയൊരു അപകടമാണ്. അതുകൊണ്ട് അത് സൂക്ഷിക്കണമെന്നാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുമുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പരിശോധിച്ചാൽ, ഒന്ന്, മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഖുർആൻ പഠിപ്പിച്ചതാണ്. റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനില്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ഈമാനോടുകൂടി നമ്മളുടെ മുമ്പ് കടന്നുപോയ ആളുകൾക്ക് വേണ്ടി അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ഫലമോ നമ്മുടെ രക്ഷിതാക്കൾക്ക് ലഭിക്കുമ്പോൾ, നിങ്ങളോട് ഞാൻ പറഞ്ഞു, സുജൂദിൽ സുന്നത്ത് നമസ്കാരങ്ങളിലൊക്കെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിന് തടസ്സമില്ല എന്ന് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച ഓർമ്മ ഉണ്ടാവും. നിങ്ങളെ മനസ്സിലതൊക്കെ വേണം. അപ്പോഴാണ് സുജൂദിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് ഏറ്റവും നമ്മുടെ ജീവിതവുമായി ഒട്ടി നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിച്ചാൽ, മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ മക്കൾ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ, റസൂലുള്ള പറയാണ്, ഇന്ന റജുല ലതുർഫഉ ദറജതഹു ഫിൽ ജന്ന. അല്ലാഹു ഒരു മനുഷ്യന് സ്വർഗത്തിൽ പ്രത്യേകമായ പദവി നൽകി അവനെ ഉയർത്തും. അപ്പോൾ ഫയഖൂൽ, അപ്പോൾ ഈ സ്വർഗത്തിൽ ഉന്നത പദവിയിലെത്തിയ വ്യക്തി ചോദിക്കുന്നു റബ്ബിനോട്, അന്നാഹാദ, പടച്ചവനെ ഇതെങ്ങനെയാണ് എനിക്ക് ലഭ്യമായത്? ഞാൻ അതിന് മാത്രം ഒരു സൽക്കർമ്മം ചെയ്തിട്ടില്ലല്ലോ ഈ ഉന്നത പദവി ലഭിക്കാൻ. അപ്പോഴാണ് ഫയുഖാൽ, അപ്പോൾ മലക്കുകൾ അവനോട് പറയും, ബിസ്തിഗ്ഫാരി വലദിക്കലക്ക, നിന്റെ മക്കളുടെ പ്രാർത്ഥനയാണ് നീ ഇത്രയും ഉയരങ്ങളിലെത്താൻ കാരണം. അതിനർത്ഥം എന്താ? മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കബൂലാവും. അതുപോലെ തന്നെ ഒരിക്കൽ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അവർ വന്ന് അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം അവർ പറയാണ് നബിയോട്, സഅദ് ബിൻ ഉബാദ പറയാൻ നബിയോട്, തുവഫിയത്ത് ഉമ്മു, അദ്ദേഹത്തിന്റെ ഉമ്മ മരിച്ചു, വഹുവ ഗായിബുൻ അൻഹ, ആ സമയത്ത് ഉമ്മ മരിക്കുമ്പോൾ മകൻ സഅദ് ബിൻ ഉബാദ നാട്ടിലുണ്ടായിരുന്നില്ല. ഉമ്മ മരിക്കുമ്പോൾ ഫഖാല, അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ റസൂലുള്ളാഹിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഉമ്മി തുവഫിയത്ത്, എന്റെ ഉമ്മ മരിച്ചുപോയി, വാന ഗായിബുൻ അൻഹ, ഞാൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അഫയൻഫൗഹാ ശൈഉൻ ഇൻ തസദ്ദഖ്തു ബിഹി അൻഹ, ഞാൻ അവർക്ക് വേണ്ടി വല്ലതും സദഖ കൊടുത്താൽ
അതെന്റെ ഉമ്മാക്ക് പരലോകത്ത് ലഭ്യമാകുമോ, അതിന്റെ ഉപകാരം ലഭിക്കുമോ? ചോദ്യം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഖാല, നബി പറഞ്ഞു ഞാൻ. അതിന്റെ അർത്ഥം എന്താ? എന്ത് മനസ്സിലായിപ്പം? നമ്മളുടെയൊക്കെ മാതാപിതാക്കൾ മരിച്ചുപോയാൽ അവർക്ക് വേണ്ടി സദക്ക ചെയ്താൽ കിട്ടുമെന്നാണ് റസൂൽ പഠിപ്പിക്കുന്നത് കേട്ടോ. മക്കളായ നമ്മൾ ചെയ്യുന്ന സദക്ക നമ്മളുടെ മാതാപിതാക്കൾക്ക് കിട്ടും. കാല, അപ്പം ആ സഅദുബിനുബാദ റസൂലുള്ളാഹിനോട് പറഞ്ഞു, എങ്കിൽ ഫൈനി ഉഷാഹിദുക അന്ന ഹായിത്തൽ മിഹ്റാബി സദഖത്തുൻ അലൈഹ, ഏറ്റവും കൂടുതൽ ഫലം കായ്ക്കുന്ന എന്റെ 2 തോട്ടം, ഇത് ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തി പറയാണ്, ഇതിന്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ ഇസ്ലാമിന് സദഖ കൊടുത്തിരിക്കുക. വലിയ 2 കാരക്കത്തോട്ടം, അതാണ് ഉമ്മാക്ക് വേണ്ടി, അല്ലാണ്ട് കബറിൽ നിന്ന് ഉപ്പുംചാക്ക് വാരിയതല്ല. അല്ല, സാധാരണ അങ്ങനെ ഉണ്ട് സദഖ അല്ലേ? മുൻകാലത്തൊക്കെ കബറിൽ നിന്ന് ഉപ്പുംചാക്ക് വാരിയ, കുറച്ച് അരി വാങ്ങി വെക്കും, ലേശം അരിയും കൊടുക്കും, ലേശം ഉപ്പും കൊടുക്കും അല്ലേ? എന്നിട്ട് ചില ആൾക്കാരൊക്കെ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഉമ്മ മരിച്ചാൽ മൗലൂദ് നടത്തും, റാത്തീബ് നടത്തും, ഖുർആൻ ഓതി ഹദിയ ചെയ്യും. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ എന്താ വെച്ചാൽ, നിങ്ങൾ ഖുർആൻ ഓതിയിട്ട് ഹദിയ ചെയ്താൽ ലാ യസ്ലു ഇഹ്ദാഉ സവാബിഹ ഇലൽ മൗത, മരിച്ചുപോയ ആളുകൾക്ക് അത് കബറിലെത്തൂല എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. നമ്മളുടെ സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ ഖബറുകൾ ഒരു പുര കെട്ടി അവിടെ ഇരുന്ന് ഖുർആൻ ഓതുകയാണ്. എന്തൊക്കെ ചെയ്യണ്ടേ? ആൾക്കാർ പറയില്ലേ, ഉമ്മയും ബാപ്പിയൊക്കെ മരിച്ചിട്ട് പുരയിൽ ഒരു കാര്യം ചെയ്യാനെന്നാൽ അതുകൊണ്ടൊരു മൗലൂദ് നടത്തിക്കണം. ഇതൊന്നും അവിടെ കിട്ടൂല. കിട്ടുന്ന കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു. 1, നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന. 2, സദക്ക അവിടെ കിട്ടും. അതുപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, ഒരു സ്ത്രീ വന്നിട്ട് റസൂലുള്ളാഹിനെ ചോദിച്ചു, ഇന്ന ഉമ്മി മാത്തത്ത്, എന്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്. ഇന്നഹു കാന അലൈഹ സൗമു ഷഹ്രിൻ, മരിക്കുമ്പോൾ ആ വർഷത്തെ 1 മാസത്തെ നോമ്പ് എൻ്റെ ഉമ്മ നോറ്റിട്ടില്ല. 1 മാസക്കാലത്തെ റമളാനിലെ നോമ്പ് നോറ്റിട്ടില്ല. ചോദ്യം എന്താ റസൂലുള്ളാഹിനോട്, അഫ അസൂമു അൻഹ, എനിക്ക് എൻ്റെ ഉമ്മാക്ക് വേണ്ടി നോമ്പ് നോൽക്കാൻ പറ്റുമോ? കാല, നബി പറഞ്ഞു, സൂമി അൻഹ, നിങ്ങൾക്ക് അവർക്ക് വേണ്ടി നോമ്പ് നോൽക്കാം, നിങ്ങൾ നോട്ടോളൂ. കാലത്ത് മറ്റൊരു സ്ത്രീ വന്ന് നബിയോട് പറഞ്ഞു, ഇന്നഹ ലം തഹജ് ഖത്ത്, എൻ്റെ ഉമ്മ തീരെ ഹജ്ജും ചെയ്തിട്ടില്ല, ഒരു ഹജ്ജും എൻ്റെ ഉമ്മ ചെയ്തിട്ടില്ല. അഫ ഹുജ്ജു അൻഹ, എനിക്ക് എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ നബി പറഞ്ഞു, ഹുജ്ജി അൻഹ, നിനക്ക് അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാം, അതിന്റെ പ്രതിഫലം കിട്ടും. അപ്പൊ എന്ത് മനസ്സിലായി? മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾക്ക് ഹജ്ജ് ചെയ്യാം. പക്ഷെ ആ മകനും ചെയ്യുന്ന മക്കൾ എന്തായിരിക്കണം? ഹജ്ജ് ചെയ്തവരായിരിക്കണം, അവരുടെ ഫർള് വീട്ടിയവരായിരിക്കണം. അപ്പോൾ ഹജ്ജ് ചെയ്താൽ കിട്ടും, സദക്ക ചെയ്താൽ കിട്ടും, നമ്മൾ പ്രാർത്ഥിച്ചാൽ കിട്ടും അല്ലേ? അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചാലും കിട്ടുന്ന കാര്യത്തിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എണ്ണിയിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന ഇംറാത്തൻ ജാഅത്ത് ഇലൻ നബി സ്വല്ലല്ലാഹു, ഒരു പെണ്ണ് നബിന്റെ അടുത്ത് വന്നു. ഫഖാലത്ത്, എന്നിട്ട് പറഞ്ഞു, ഇന്ന ഉമ്മി നദർത്ത്, എന്റെ ഉമ്മ നീർച്ചയാക്കിയാണ്, അൻത ഹുജ്ജ, മരിക്കുന്നതിന്റെ മുമ്പ് നീർച്ചയാക്കിയാണ് ഹജ്ജിന് പോകാൻ. ഇപ്പൊ സംഗതി മാറി. ഒരാൾ ഹജ്ജിന് പോകുന്ന ഒരാൾ ഹജ്ജിന് നീർച്ചയാക്കുന്നതും വ്യത്യാസമുണ്ട്. നീർച്ചയാക്കിയ ഫർളായി, ഹജ്ജിന് പോക്ക് നിർബന്ധമായി. അങ്ങനെ എൻ്റെ ഉമ്മ നീർച്ചയാക്കിയിട്ടുണ്ട്. അപ്പം എന്താ ചോദ്യം? അതിനിടയിൽ ഇപ്പൊ മാത്തത്ത് കബല അൻത ഹുജ്ജ, ആ നീർച്ചയാക്കി ഹജ്ജ് നിർവഹിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഉമ്മ മരിച്ചുപോയി. അഫ ഹജ്ജു അൻഹ, ആ നീർച്ചയാക്കി ഹജ്ജ് എനിക്ക് ചെയ്യാൻ പറ്റുമോ? ചോദ്യം. കാൽ, നബി പറഞ്ഞു, ഞാൻ ഹുജ്ജി അൻഹ, അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാം. എന്നിട്ട് നബി ഒരു ചോദ്യം ചോദിച്ചു, ആ റഅയ്തി ലൗകാന അലാ ഉമ്മിക്ക് ദൈൻ, എൻ്റെ ഉമ്മാക്ക് വല്ല കടവുമുണ്ടെങ്കിൽ, ഭൗതികമായ ലോകത്ത് നിന്റെ ഉമ്മാക്ക് വല്ല കടവുമുണ്ടെങ്കിൽ അത് നീ വീട്ടൂലേ? ആ കുന്തി കാലിയത്തഹു, നീ അവർക്ക് വേണ്ടി അത് വീട്ടൂലേ ആ പൈസ? കാലത്തപ്പ അവർ പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും വീടും. എങ്കിൽ നബി പറഞ്ഞു, കാല, എങ്കിൽ ഇഖ്ലില്ല, നീ അള്ളാന്റെ കടം വീട്ടണം. അല്ലദീ ലഹു ഫഇന്നല്ലാഹ അഹഖു ബിൽ വഫാ, ഏറ്റവും കൂടുതൽ കടം വീടാൻ ബാധ്യത ആദ്യം അള്ളാനോടാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മാന്റെ ഇത്തരം കടങ്ങളൊക്കെ മക്കൾക്ക് വീടാം. ഇതൊന്നും വിധേയത്തല്ല. നമ്മൾ ചെയ്യുന്ന മരിച്ച വീട്ടിൽ നടത്തുന്ന മൗലൂദ്, റാത്തീബ്, ഇതൊന്നും റസൂൽ പഠിപ്പിച്ചതല്ല, ദീനിലൊരു തെളിവുമില്ല. മനസ്സിലായോ? നമ്മളിങ്ങനെ ചില ആൾക്കാർ മരിച്ച വീട്ടിലൊക്കെ
കുറേ ദിവസങ്ങളോളം കുറേ പുരോഹിതന്മാർ നിന്നു തിരിയും. എന്തിനാ വെച്ചാൽ അവിടെ എന്തെല്ലാം തലത്തിൽ വിദേഹത്തുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നാണ് അവർ ചിന്ത. കാരണം മക്കളെല്ലാം ദുർബലരാണ്, എന്തു പറഞ്ഞാലും കേൾക്കുന്ന സമയമാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മളത് ചെയ്താൽ അവർക്ക് കിട്ടൂല എന്ന് മാത്രമല്ല നമുക്ക് ഇടങ്ങറാണ്. അവിടെ നമ്മളെ വിഷയം. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, നമ്മൾ ശിർക്കില്ലാതെ മരിച്ചു. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അള്ളാഹുവിന്റെ സ്വർഗത്തോപ്പ് അള്ളാഹു നമുക്ക് വേണ്ടി തുറക്കുന്നുണ്ട്. ഖുർആൻ പറയാൻ സൂറത്ത് സുമറിൽ പരിശോധിക്കാം. ഖുർആൻ പറയുന്നു, വസീഖല്ലദീന തഖൗ റബ്ബഹും, അവരുടെ രക്ഷിതാവിനെ സൂക്ഷിച്ചുകൊണ്ട് ഭൂമിയിൽ ജീവിച്ചവർ അവർ മരിച്ചു കഴിഞ്ഞാൽ വസീഖല്ലദീന തഖൗ റബ്ബഹും, റബ്ബിനെ സൂക്ഷിച്ചവരെ അള്ളാഹു നയിച്ചു കൊണ്ടുപോകും. എങ്ങോട്ടേക്ക്? ഇലൽ ജന്നത്തി, സ്വർഗത്തിലേക്ക്. എങ്ങനെ? സുമറ, സംഘങ്ങളായി, കൂട്ടായിട്ട് മുത്തഖീങ്ങളെ അള്ളാഹു സ്വർഗത്തിലേക്ക് നയിക്കും. അള്ളാഹുവിന്റെ മലക്കുകൾ നയിച്ചു കൊണ്ടുപോകും. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറ ഹത്താ ഇദാ ജാഊഹാ, ആ സ്വർഗ കവാടത്തിൽ അവരെത്തുമ്പോൾ വഫുത്തിഹത് അബ്വാബുഹാ, സ്വർഗത്തിന്റെ കവാടം തനിയെ തുറക്കപ്പെടും. ഇപ്പൊ നമ്മളൊക്കെ വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ ഇപ്പൊ പോകുമ്പോൾ കണ്ടില്ലേ നിങ്ങൾ, നമ്മളെ കാണുമ്പോൾ വെറുതെ തുറക്കും അല്ലേ? 14 നൂറ്റാണ്ട് മുമ്പ് മനസ്സിന്റെ ഒരു ഉള്ളറയിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യം അല്ലെ? സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടും. സ്വർഗത്തിന്റെ പാറാവുകാർ ഈ വ്യക്തിയോട് പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം, സ്വർഗലോകത്ത് നിങ്ങൾക്ക് സമാധാനം. എന്താ കാരണം? തീപുത്തും, നിങ്ങൾ പരിശുദ്ധരായി ഭൂമിയിൽ ജീവിച്ചു, തഖ്വയോടെ ജീവിച്ചു. അതാ കാരണം. തീപുത്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, ശാശ്വതമായ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാം. അങ്ങനെ പ്രവേശിച്ച സ്വർഗസ്ഥരായ ആളുകൾ റബ്ബിനോട് പറയും, വഖാലു അൽഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദ, ഞങ്ങളോട് തഖ്വയോടുകൂടി ജീവിച്ചാൽ സ്വർഗം തരാമെന്ന് വാഗ്ദാനം ചെയ്ത കാര്യം ഞങ്ങൾക്ക് തന്ന അല്ലാഹുവേ, നിനക്കാണ് സ്തുതി. വഔറസ്നൽ അർള നതബവൂൽ ജന്ന, സ്വർഗത്തിലെ ഭൂമികയിൽ ഞങ്ങൾക്ക് സൗകര്യപ്പെട്ട സ്ഥലത്ത് ഞങ്ങൾക്ക് സൗകര്യം ചെയ്തു തന്ന, സ്വർഗ സൗകര്യങ്ങൾ ചെയ്തു തന്ന അല്ലാഹുവേ നിന്നെ സ്തുതിക്കുകയാണ്. ഫനിഅമ അജ്റുൽ ആമിലീൻ, സ്വർഗത്തിനു വേണ്ടി പണിയെടുത്തവരുടെ അവരുടെ പ്രതിഫലം എത്ര അനുഗ്രഹീതമാണ്. എന്താണ് ആ അനുഗ്രഹത്തിന്റെ പ്രത്യേകത? സ്വർഗത്തിലേക്ക് നയിച്ചു കൊണ്ടുപോയാൽ അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് നമ്മൾ ജീവിച്ചു. ആ ഖുർആനും തിരുസുന്നത്തും ശിർക്കില്ലാതെ ബിദ്അത്തില്ലാതെ സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന ആളുകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറയാണ്, ഇന്ന ഫിൽ ജന്നത്തി മിഅത ദറജ, സ്വർഗത്തിൽ 100 പദവികളുണ്ട്. 100 പദവികൾ. ആ പദവികൾ അഅദ്ദഹല്ലാഹ് ലിൽ മുജാഹിദീന ഫീ സബീലി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്ന മുജാഹിദുകൾക്ക് വേണ്ടി ഒരുക്കിയതാണ്. ആരായി മുജാഹിദ് പറഞ്ഞാൽ? ഖുർആനും തിരുസുന്നത്തും ജനങ്ങളിൽ എത്തിക്കുക, ബിദ്അത്തുകൾ നിഷ്കാസനം ചെയ്യുക, ശിർക്കിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തുക, സ്വയം രക്ഷപ്പെടുക. ആ പ്രവർത്തനവുമായി മുന്നേറുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു 100 സ്വർഗത്തിന്റെ പദവികൾ ഒരുക്കിയിട്ടുണ്ട്. എന്നിട്ട് റസൂൽ പറയാണ്, ഇദാ സഅൽതും ഫസ്അലൂഹു ഫിർദൗസ്, നിങ്ങൾ ഭൂമിയിൽ വെച്ച് ജീവിച്ചിരിക്കുമ്പോൾ ഈ സ്വർഗം ചോദിക്കുമ്പോൾ അള്ളാഹുവിനോട് നിങ്ങൾ ഫിർദൗസ്, ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണം. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഫൈന്നഹു ഔസത്തുൽ ജന്ന, അത് ആ ഫിർദൗസ് എന്ന സ്വർഗം ആകെ 100 സ്വർഗ കവാടങ്ങളുടെ തട്ടുകളിൽ മധ്യത്തിലുള്ള തലമാണ്, സ്വർഗത്തിന്റെ മധ്യത്തിലുള്ള ഭാഗമാണ് ഫിർദൗസ്, അത് നിങ്ങൾ ചോദിച്ചോളൂ. എന്നിട്ട് പറഞ്ഞു, അയലൽ ജന്ന, സ്വർഗത്തിലെ ഏറ്റവും ഉന്നത സൗകര്യങ്ങളുള്ള സ്വർഗത്തോപ്പാണ് ഫിർദൗസ്. ഫൈദാ സഅൽതുമുല്ലാഹ് ഫസ്അലൂഹുൽ ഫിർദൗസ്, വീണ്ടും റസൂലുള്ളാഹി പറയാണ്, നിങ്ങൾ ചോദിക്കുമ്പോൾ ഫിർദൗസ് ചോദിച്ചോളൂ. വഫൗഖഹു അർശുർ റഹ്മാൻ, ആ ഫിർദൗസ് എന്ന സ്വർഗത്തിന്റെ നേരെ മുകളിലാണ് കാരുണ്യകനായ അള്ളാഹുവിന്റെ സിംഹാസനമുള്ളത്. സിംഹാസനത്തിന്റെ നേരെ താഴെയുള്ള സ്വർഗമാണ് ജന്നാത്തുൽ ഫിർദൗസ്. നമ്മളൊക്കെ ചോദിക്കാൻ അർഹരാണോ? റസൂലുള്ളാഹി ആരോടാ പറഞ്ഞത്? ഇദാ സഅൽതും, റസൂലുള്ളാഹിന്റെ കൂടെ രാവും പകലും ഇടതടവില്ലാതെ ഖുർആനും തിരുസുന്നത്തും ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി കഷ്ടാരിഷ്ടങ്ങൾ സഹിക്കുകയും ഒരു സുഖസൗകര്യങ്ങളും ദുനിയാവിൽ അനുഭവിക്കാതിരിക്കുകയും ചെയ്ത സഹാബത്ത്, ദീനിന് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടവർ, ബദറും വഹദും യർമൂക്കും ഒക്കെ നിർവഹിച്ച 80ഓളം ഇസ്ലാമിൽ വന്ന യുദ്ധങ്ങളിൽ പങ്കെടുത്ത സഹാബത്ത്, ആ സഹാബത്താണ് ഫിർദൗസ് ചോദിക്കുന്നത്. അവരോടാണ് ഫിർദൗസ് ചോദിക്കാൻ പറഞ്ഞത്. നമുക്കും ഫിർദൗസ് ചോദിക്കാം. നമുക്ക് ഈ കാലഘട്ടത്തിൽ
യുദ്ധങ്ങളിലൊന്നും പങ്കെടുക്കണ്ട. പക്ഷെ സ്വയം ശിർക്കില്ലാതെ, തിന്മകളില്ലാതെ, വിദേഹത്തുകളില്ലാതെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും സ്വയം ജീവിക്കുകയും സ്വന്തം കുടുംബത്തെ അതിലേക്ക് ക്ഷണിക്കുകയും അതിലേക്ക് അവരെ കൊണ്ടുവരികയും അതിനുവേണ്ടി യത്നിക്കുകയും ഒക്കെ ചെയ്താൽ നമുക്ക് ചോദിക്കാം. കാരണം നമുക്കിപ്പം അതേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിവിടെ യുദ്ധങ്ങളൊന്നുമില്ല. സഹാബത്ത് പങ്കെടുത്തമായുള്ള യുദ്ധങ്ങളിൽ പങ്കെടുക്കാൻ നമ്മളുടെ യുദ്ധതാണ് ജിഹാദ്. ഏതാ? തിന്മക്കെതിരെയുള്ള പൊരുതൽ. അല്ലെ? നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് തിന്മകളുണ്ട്. ആ തിന്മക്കെതിരെ പൊരുതുമ്പോൾ നമ്മൾ മുജാഹിദാവും. എന്താ ഹദീസിൽ വന്നത്? ഇന്നഫിൽ ജന്നത്തി മിഅത്ത ദറജ അഅദ്ദഹല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലി. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്ന മുജാഹിദുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ച 100 പദവികളുള്ള സ്വർഗം. അതിന്റെ പ്രത്യേകത എന്താ? അതിന്റെ ഏറ്റവും മധ്യഭാഗത്താണ് ഫിർദൗസ്. നിങ്ങൾ ചോദിക്കുമ്പോൾ ഏറ്റവും ഉന്നതമായ സ്വർഗത്തോപ്പ് ചോദിക്കാൻ പറഞ്ഞു. റസൂലുള്ളാഹി പഠിപ്പിക്കുക സഹാബത്തിനെ, കുല്ലു ദറജത്തേക്ക് കമാ ബൈനസ്സമായി വല്ലർ. ഈ 100 പദവി എന്ന് പറഞ്ഞല്ല, ആ 100 പദവികൾ, ഓരോ പദവികളും ആകാശഭൂമികളുടെ വിടവുണ്ടാവും. ഒരു പദവിക്ക് മറ്റൊരു പദവിയുമായി. അപ്പൊ സ്വർഗം എത്ര വിശാലാണ്! നിങ്ങൾ കാണുന്ന ആകാശഭൂമിയുടെ വിടവുണ്ടാവും. എന്തിന്? ഒരു പദവിക്ക്. അങ്ങനത്തെ 100 പദവികൾ. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വഫൗഖഹു അർശുർ റഹ്മാൻ. ആ ഫിർദൗസ് എന്ന സ്വർഗത്തോപ്പിന്റെ മുകളിലാണ് കാരുണ്യകനായ റബ്ബിന്റെ സിംഹാസനം. നമ്മൾ ആയത്തുൽ കുർസി ഓതല്ലേ? അപ്പൊ എന്താ പറയുക? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലേ? ലാ തൗഹുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി ഒക്കെ ഓതി കഴിഞ്ഞിട്ട് പിന്നെ പറയും, അവൻ സിംഹാസനത്തിൽ എന്തായിരിക്കുന്നു? ഉപവിഷ്ടനായിട്ടുണ്ട്, അല്ലേ? അപ്പൊ ആ സിംഹാസനം എവിടെയാണ്? ആയത്തുൽ കുർസി ഓതുമ്പോൾ വരും നമ്മളുടെ കൽബിലേക്ക്. ഫിർദൗസിന്റെ നേരെ മുകളിൽ അള്ളാഹുവിന്റെ സിംഹാസനം. എന്ത് പറയാൻ? ഓ മിൻഹു, അതിൽ നിന്നാണ്, ആ സ്വർഗത്തിൽ നിന്നാണ് തഫജ്ജറ അൻഹാറുൽ ജന്ന, സ്വർഗത്തിലെ സൗകര്യങ്ങൾക്ക് വേണ്ടി, സ്വർഗീയത്തിൽ ജീവിക്കുന്ന, സ്വർഗ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്ന മുത്തഖീങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഒഴുക്കുന്ന നദികൾ മുഴുവനും പുറപ്പെടുന്നത് ഫിർദൗസിൽ നിന്നാണ്. തജ്രീമിൻ തഹ്തിൽ അൻഹാർ നോടില്ലേ? അപ്പൊ നിങ്ങൾ ഓർക്കണം, എവിടുന്നാ പുറപ്പെടുന്നത്? ഇത് ഫിർദൗസ് എന്ന സ്വർഗത്തിനാണ് പുറപ്പെടുന്നത്. അത്രയും സുഖസൗകര്യങ്ങൾ അള്ളാഹു അവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ സുഖസൗകര്യങ്ങളെല്ലാം ഒരുക്കിയ കൂട്ടത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾ ഓർമ്മയിൽപ്പെടുത്തുകയാണ്. എന്താ പറയാൻ കാരണം വെച്ചാൽ അപ്പോഴേ നിങ്ങൾക്ക് ഈ കാര്യം എന്താണെന്ന് മനസ്സിലാവും. എന്തിനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്? സ്വർഗത്തിൽ കയറിയാൽ അതിന് ഭാഗ്യമുള്ള ആളുകൾ, അള്ളാഹു അത്തരം ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. കാരണം ഇവിടെ ഏതായാലും ഒരു സുഖവും കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലേ? ഇനി മരിച്ചു പോയോടത്തൊരു സുഖമില്ലെങ്കിലോ ഭയങ്കര വിഷമാവും, അല്ലേ? അപ്പം അതുകൊണ്ട് അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ കയറ്റണം. കാരണം ഈ കാലഘട്ടത്തിലൊക്കെ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ അള്ളാഹു വെറുതെ വിടൂല, വെറും കൈയോടെ വിടൂല എന്നാണ് എൻ്റെ സ്വന്തമായ അഭിപ്രായം. കാരണം എന്താ? റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലൊന്നും ഭൂമി ഇത്രമാത്രം അലങ്കൃതല്ല. ഇന്ന് എവിടെ തിരിഞ്ഞു നോക്കിയാലും നമ്മളെ തിന്മയിലേക്ക് പിടിച്ചു വലിക്കുന്ന ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട്, അല്ലേ? അപ്പൊ നമുക്ക് സ്വാഭാവികമായി നമ്മൾ ആ സമ്മർദ്ദങ്ങളിൽ നിന്നും പെടാതെ നമ്മൾ ജീവിച്ചാൽ സ്വാഭാവികമായിട്ടും അള്ളാഹുവിന് നമുക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകേണ്ടി വരുന്ന എൻ്റെ കാൽക്കുലേഷൻ. ആ കാൽക്കുലേഷൻ ഞാൻ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചത് പറഞ്ഞതാണ്. ഏതായാലും നമ്മൾ ഫിർദൗസ് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന നമ്മൾ ചിന്തിക്കണം, ഞാൻ ചോദിക്കാൻ അർഹതപ്പെട്ടവനാണ്. സ്വർഗീയ സൗകര്യങ്ങളിൽ ഒരു പ്രത്യേക സൗകര്യം റസൂലുള്ളാഹി വിശദീകരിക്കുന്നത് കേട്ടോ നിങ്ങൾ. റസൂലുള്ളാഹി പറഞ്ഞു, ഒരു ഹൗലുൽ കൗസർ ഉണ്ട് സ്വർഗത്തിൽ, അല്ലേ? ആ സ്വർഗത്തിൽ ഒരു ഹൗലുൽ, ഒരു തടാകമാണ്. ആ തടാകത്തിൽ നിന്ന് കുടിക്കാൻ ഒരാൾക്ക് ഭാഗ്യം ലഭിച്ചാൽ പിന്നെ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ വലുതാണ്. അതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറയാണ്, ഹൗലി മസീറത്ത ഷഹർ, എന്റെ തടാകം, അള്ളാഹു എനിക്ക് തന്നിരിക്കുന്ന ഹൗലുൽ കൗസർ എന്ന തടാകം ഒരു മാസക്കാലം നടന്നാലേ അതിന്റെ ദൈർഘ്യം വിസ്തീർണം തീരുള്ളൂ. ഒരു മാസക്കാലം ഒരാൾക്ക് നടക്കാനുണ്ടാവും. ഒരു മാസം നടന്നാൽ എത്തുന്ന ദൂരമാണ് അതിന്റെ ദൈർഘ്യം. അത്രമാത്രം വിശാലമായൊരു തടാകമാണ് സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കിയിരിക്കുന്നത്. മാവുഹു അബിയനു മിനൽ ലബൻ, അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്ത നിറമാണ്. റീഹുഹു അത്യബു മിനൽ മിസ്ക്, അതിന്റെ സുഗന്ധം അത്യബു മിനൽ മിസ്ക്, കസ്തൂരിയേക്കാൾ സുഗന്ധം ആയിരിക്കും. കീസാനുഹു കനുജൂമി സമാ, ആ
അതിൽ കുടിക്കാൻ അള്ളാഹുവിന്റെ പ്രത്യേക പാത്രങ്ങളുണ്ട്. അതിനെപ്പറ്റിയാ പറഞ്ഞത്. കീസാനുഹു, അതിലെ കോപ്പകൾ നുജൂമിസമാ, ആകാശ ലോകത്ത് വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രം പോലെ. അത്രമാത്രം സൗകര്യങ്ങളോടുകൂടിയാണ് അള്ളാഹു സ്വർഗം ഒരുക്കിയിരിക്കുന്നത്. അത് ആഗ്രഹിക്കണ്ടേ, കുതിക്കണ്ടേ, പ്രവർത്തിക്കണ്ടേ, പ്രാർത്ഥിക്കണ്ടേ? നോക്കാം. എന്നിട്ട് റസൂലുള്ള പറയാൻ, മൻ ശരിബ മിൻഹ, അവിടെ നിന്ന് ഒരു പ്രാവശ്യം കുടിക്കാൻ അവസരം ലഭിച്ചാൽ ഫലാ യൽമൗ അബദ, പിന്നെ സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു നേരം പോലും ദാഹിക്കൂല, ഒരു ദാഹവും അനുഭവപ്പെടില്ല. അത്ര ദാഹം തീർക്കുന്ന ഒരു സാധനമാണ് ഹൗലുൽ കൗസർ. ഇന്നകത്തേനാക്കൽ കൗസർ എന്നതല്ലേ, അതാണത്. ആ അനുഗ്രഹമാണ് അള്ളാഹു റസൂലി പറഞ്ഞത്. അപ്പോഴാണ് പ്രതീക്ഷയോടുകൂടി എന്നെപ്പോലെയുള്ള നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ആ ഹൗലും കരയിലേക്ക് എത്തും. അത് റസൂലുള്ള പറയാൻ, യരിദു അലൽ ഹൗലി റിജാലും മിൻ അസ്ഹാബി, എന്റെ അനുയായികളായി പറയുന്ന കുറച്ചാളുകൾ അവിടെ എത്തും. ഇപ്പൊ നമ്മളൊക്കെ പറയാ റസൂലിന്റെ അനുയായിനല്ലേ. ലോകത്ത് കാണുന്ന മുസ്ലിങ്ങളൊക്കെ എന്താ പറഞ്ഞത്? നമ്മളൊക്കെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളല്ല, അല്ലെ, റസൂലിന്റെ ആളാന്നാ പറയാ. അപ്പോ റസൂൽ പറയാൻ, യരിദു അലൽ ഹൗൽ, ഹൗലിലെത്തും റിജാലും മിൻ അസ്ഹാബി, എന്റെ കൂട്ടത്തിൽപ്പെട്ട ചില സഹാബത്ത്, ഫയുഹല്ലൗന അൻഹും, അവരെ തടയും. ആ ഹൗലിൽ, ആ തടാകത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ അവരെ തടയും. എന്താ കാരണം? ഫഅഖൂലു, അപ്പൊ അല്ലാഹു റസൂൽ പറയും, യാ റബ്ബി അസ്ഹാബി, എന്റെ റബ്ബേ, ആ വന്ന് തടയപ്പെട്ടിരിക്കുന്ന എന്റെ സഹാബത്താണ്, എന്റെ കൂടെ ജീവിച്ചവരാണ്, എന്റെ സഹാബത്താണെന്ന് പറയുമ്പോൾ ഫയഖൂൽ, അപ്പൊ അള്ളാഹു പറയും, ഇന്നക ലാ ഇൽമ ലക ബിമാ അഹ്ദസു ബഅദക്, മുഹമ്മദേ, നീ മരിച്ചതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ദീനിൽ ഉണ്ടാക്കിയെന്ന് എനിക്കറിയോ? അതെനിക്കറിയില്ല. ഇങ്ങനെ അവർ മൗലൂദ് വെച്ചു, മരിച്ചപ്പോൾ റാത്തീബ് വെച്ചു, അവർ യാസീനോദി, ഖുർആനോദി, കത്തോദി, ഇതൊക്കെ ഓടിയ ആളുകളാണ് അവര്. നിനക്കറിയില്ല മുഹമ്മദേ, നീ മരിച്ചതിന് ശേഷം ഈ ഉമ്മത്ത് എന്തൊക്കെയാണ് ദീനിന്റെ പേരിൽ കാട്ടിക്കൂട്ടിയെന്ന്. അള്ളാഹ് പറയും പ്രവാചകനോട്, ഇന്നഹും ഇർതദ്ദു അലാ അദ്ബാരിഹിം ഖൽഖറ, അവരവരുടെ നെരിയാണിന്മേൽ മുർത്തദ്ദായി, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും അതോടൊപ്പം തന്നെ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയും ചെയ്യും. ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോയി, അവരറിയുന്നില്ല. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഇതിനൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയോ? പടച്ചോനെ, ഹൗലുൽ കൗസർ പോലും തടയപ്പെടുന്ന ഒരു പ്രവർത്തനത്തിലാണ് ഞാൻ ജീവിക്കുന്നത് അറിയോ? വീട്ടിലിപ്പം 3 കഴിക്കും, 7 കഴിക്കും, 40 കഴിക്കും, 90 കഴിക്കും, ഇതൊക്കെ കഴിക്കുന്ന ആളുകൾ അറിയുന്നുണ്ടോ? ഹൗലുൽ കൗസറിന് പോലും എന്നെയും എന്റെ മാതാപിതാക്കളെയും നമ്മളിതൊക്കെ ചെയ്യുമ്പോഴത്തിന്റെ ചെറിയ അംശം അങ്ങോട്ട് പോകില്ലേ? അതുകൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അള്ളാഹു സ്വർഗകവാടം തുറക്കപ്പെടും. ഇത്രയും അനുഗ്രഹീതമായ സ്വർഗത്തോപ്പിൽ എത്തിപ്പെടാൻ ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, ജീവിതം ശുദ്ധീകരിക്കുക. ജീവിതത്തിൽ എവിടെയെങ്കിലും തെറ്റുകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ മാപ്പപേക്ഷിക്കുക. അങ്ങനെ അള്ളാഹു പൊറുക്കപ്പെട്ടുകൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗകവാടം തുറക്കപ്പെടുമ്പോൾ മാപ്പാക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ആ വിഭാഗം ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أيها الإخوان والأخوات أوصيكم ثانيا وإياي بتقوى الله. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ അവർണ്ണനീയമായ സ്വർഗത്തോപ്പിൽ എത്തിപ്പെടാൻ ആവശ്യമായ വിശ്വാസ സംസ്കാര ജീവിത വിശുദ്ധി ഉണ്ടാവണമെന്ന്, ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചു, എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും സ്വർഗകവാടം തുറക്കപ്പെടും. ശിർക്കല്ലാത്ത പാപങ്ങൾ ചെയ്ത ആളുകൾക്ക് അല്ലാഹു മാപ്പാക്കും. അതുപോലെ ബിദ്അത്ത് ചെയ്ത ആളുകളെ അല്ലാഹുവിൻ്റെ അനുഗ്രഹീതമായ ആ തടാകത്തിൽ നിന്ന് അകറ്റപ്പെടും. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുകയും അതോടൊപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്താൽ അവിടെ ലഭ്യമാവുക എന്ന കാര്യവും ഞാൻ ഉണർത്തി. ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളിൽ അള്ളാഹു പൊറുക്കപ്പെടാത്ത ആളുകളെ പറ്റി പറഞ്ഞു. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ആളുകളെ വെറുക്കുകയും വിദ്വേഷം പുലർത്തുകയും ചെയ്യുന്ന ആളുകളെ അവർക്ക് അള്ളാഹു മാപ്പാക്കൂല. അത് മാപ്പാക്കണമെങ്കിൽ എന്ത് വേണം?
വ്യക്തിപരമായ കാര്യത്തിൽ നിങ്ങൾ നടത്തുന്ന വിദ്വേഷവും വൈരാഗ്യവും അസൂയയും നിങ്ങൾ മാറ്റി അത് വേണ്ടെന്ന് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മാപ്പ് കിട്ടുള്ളൂ. എത്രയോ ആളുകൾ അങ്ങനെ ഉണ്ടാവില്ലേ? എന്തെങ്കിലും ചെറിയ കാര്യമായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട അവകാശം അല്ലേ, നമ്മളുടെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഒരു സ്വത്തോ അതാരോ എടുത്തു, അവരുടെ 2-3 തലമുറ അപ്പുറം അടുത്തുണ്ടാകുക. പക്ഷെ ഈ തലമുറ ഇപ്പോൾ അതിന്റെ പേരിൽ കേസും കൂട്ടും ഇപ്പോഴും കോടതിയിൽ കയറി നടക്കുകയാണ്. എന്നിട്ട് പള്ളിയിൽ ബാങ്ക് കൊടുത്താൽ പള്ളി പോവുകയും ചെയ്യും. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അള്ളാഹുവിന്റെ സ്വർഗത്തോപ്പ് തുറക്കപ്പെടുമ്പോൾ അവിടെ മാപ്പാക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞാനില്ല എന്ന കാര്യം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ ഓർക്കുക. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും മുതൽ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഇതോടുകൂടി കഴിയാന്ന്? ഇല്ല. ഇവന്റെ ഓരോ സ്വത്തിന്റെ ഓൻ എന്താണോ പിടിച്ചെടുത്തത്, മൻ അഹറമിൽ അർലി ശിബ്റൻ ബിഗൈരിഹഖി, ഒരു ചാൺ ഭൂമി, അള്ളാഹുവിന്റെ വിശാലമായ ഈ ഭൂമിയിൽ ഒരു ചാൺ ഭൂമി അവകാശമില്ലാതെ ഒരാളെടുത്താൽ ഹുസിഫലഹു യൗമൽ ഖിയാമത്തി ഇലാ സബി അർലിൻ, 7 ഭൂമിക്കടിയിലേക്ക്, നരകത്തിന്റെ 7 ഭൂമിക്കടിയിലേക്ക് അവൻ താഴ്ത്തപ്പെടും. അപ്പൊ അത്തരം മുതലുകളൊക്കെ കയ്യിലുള്ളതും സൂക്ഷിക്കുക കേട്ടോ. കണ്ടമാനം മറ്റുള്ളവരുടെ മുതലൊക്കെ ആർക്ക് വേണ്ടി? ഞാനൊന്നും ഒരു കാര്യം പറയാം. ഞാൻ നിങ്ങളൊക്കെ വെട്ടിപ്പിടിച്ചും കട്ടും കമർന്നും ഹലാലും ഹറാമും ഒക്കെ നോക്കാണ്ട മുതലുണ്ടാക്കിയിട്ട് ഒരു നേരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കാൻ പോലും കഴിയാത്ത മക്കളായി ഇവിടെ ഉള്ളത് അല്ലേ? ആത്മാർത്ഥമായിട്ട് കഴിയുമോ? നിങ്ങൾ വേണം ചോദിച്ചു നോക്കേണ്ടി നിങ്ങളെ മക്കളോട് ഇന്ന് പുറകെ പോയിട്ട് എത്ര റക്കായത്താണ് മയ്യസ്കാരം? ഓൻ പറയുന്ന 4 റക്കായത്താണ്. കാരണം അത്രയും വിവരമില്ലാത്ത ജാഹിറാണ്. ഇവന് വേണ്ടിയാണ് ഈ മുതലുണ്ടാക്കുന്നത്. ഇവനെ പഠിപ്പിക്കാൻ, ഇവനെ വളർത്താൻ, ഇവനെ ഉയർത്താൻ, ഇവന്റെ വളർച്ചയിലും ഉയർച്ചയിലും എന്താ പറയാ അഭിമാനം കൊണ്ടു അവസാനം ഒന്ന് കബർ കൊണ്ടാക്കി തരാൻ പോലും നേരമില്ല. ഉണ്ടോ? ആർക്കു വേണ്ടി വെട്ടിപ്പിടിച്ചു? അവസാനം നാളെ നരകത്തിന്റെ 7 ഭൂമിക്കടിയിലേക്ക് താഴ്ത്തപ്പെടുമ്പോൾ എത്രമാത്രം ഭീകരമാണ് നമ്മളുടെ അവസ്ഥ, നമ്മുടെ ജീവിതം ചിന്തിച്ചു നോക്കുള്ളൂ. ഈ ഇത്തരം അവസ്ഥയിലൊക്കെ മരിച്ചുപോയ ആളുകൾ, അവരെല്ലാവരെയും അള്ളാഹു സ്വർഗ്ഗത്തിലാക്കി അവിടെ ഉണ്ടാവില്ലേ വെറുപ്പ് അല്ലേ? അള്ളബണ്ടവിടെ എൻ്റെ മോനെ അന്ന് നമ്മളെ നമ്മളെ പീടിയ പറ്റിച്ചോനാണ്, നമ്മളെ മുതൽ എടുത്തോനാ, എൻ്റെ പറമ്പ് പറ്റിച്ചോനാ, കടം വാങ്ങി തരാത്ത കള്ളനാ, ഓനുണ്ട് ഇപ്പോൾ ഇവിടെ അറിയും അല്ലേ? അതൊക്കെ അള്ള പുറത്തു കൊടുത്തിട്ട് എല്ലാ തിങ്കളും വ്യാഴും പുറത്തു കൊടുക്കും കുറെ കാര്യങ്ങൾ. അതിന് പുറത്തു കൊടുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടും. അവനെ നമ്മൾ കാണുമ്പോൾ ഉണ്ടാവും സ്വർഗ്ഗത്തുനിന്ന്. അന്നെ ഇവിടുന്ന് പുറത്താക്കിയിട്ട് ഈ കേസും കൂട്ടും അവിടെയും കൊടുക്കും. കോടതി അവിടെ ഉണ്ടല്ലോ, അള്ളാന്റെ കോടതി ഉണ്ടല്ലോ. അള്ളാഹ് പറയാം, കേട്ടോളൂ. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഊൻ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് തഖ്വയോടുകൂടി ജീവിച്ച ആളുകൾ ഫീ ജന്നാത്തിൻ, സ്വർഗത്തിന്റെ ആരാമങ്ങളിലാണ്, വഊൻ, അള്ളാഹുവിന്റെ അരുവികളിലാണ്. അരുവിനെ പറ്റി നമ്മൾ പറഞ്ഞു. എന്നിട്ടല്ല പറയാ ദുഖുലൂഹാ ബിസലാമിൻ ആമിനീൻ, നിർഭയമായിക്കൊണ്ട് സമാധാനപൂർവ്വം നിങ്ങൾക്ക് സ്വർഗത്തിൽ ജീവിക്കാം. അങ്ങനെ ജീവിക്കണം. എന്ത് വേണം? അല്ല പറയാ വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാന, മനസ്സിന്റെ അകത്തുള്ള എല്ലാ വെറുപ്പും വിദ്വേഷവും ഊരിക്കളഞ്ഞിട്ട് അള്ളാഹു സ്വർഗത്തിലേക്ക് ആക്കൂ. ഇപ്പൊ നമ്മളെ മനസ്സമാധാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ? ഇവിടെ മനസ്സമാധാനം കുറഞ്ഞ കാരണം എന്താ? ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ പകയും വിദ്വേഷവും അസൂയാണ്. വലുതാവില്ല അങ്ങനത്തെ മനുഷ്യന്മാർ ഉണ്ടല്ലേ? ചെറുതാവ് കഴിയുക, നാൾക്ക് നാൾ ചെറുതാവും അല്ലേ? ഒരാളോടുള്ള വെറുപ്പും വിദ്വേഷവും അസൂയയും പകയും, ഒരാളുടെ ഉയർച്ചയും അയാളുടെ തളർച്ച കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഇല്ലേ? എത്രയോ ആളുകൾ നേരം വെളുത്ത വെള്ളിയാഴ്ച പോലും കോടതി വരാന്തയിൽ ഇതും തൊക്കിലിച്ച് കുത്തിക്കുന്നുണ്ടാവും. എന്താ പേര്? ഔക്കറായി. എന്താ പേര്? അബ്ദുറഹ്മാനാജി. ഇതിലാരെങ്കിലും ഔക്കറാജി അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഓലെ പറ്റി കണ്ടിട്ട് പറഞ്ഞല്ലോ കേട്ടോ, ഒരു പേര് പറഞ്ഞുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുക നമ്മൾ നടന്നു മൂപ്പര് കണ്ടോ, നിങ്ങളെ പേര് ഔക്കറായി കൂടി ആയാലും ഞാൻ അങ്ങനെ ഔക്കറായി എന്ന് പറഞ്ഞ ഒരു പേര് പറഞ്ഞുള്ളൂ. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇവരൊക്കെ മരിക്കാൻ നേരത്ത് മക്കള് പറയും നമ്മളെ ബാപ്പ ഞാൻ ലായിലാ എന്നുള്ള ചൊല്ലിക്കൊടുത്ത് മൂപ്പര് നല്ലോണം ചൊല്ലിയെന്ന്, എന്നിട്ടാ മരിച്ചത്. എങ്ങനെ നല്ലോണം ചൊല്ലാനാ? ഒരു കൊല്ലാൻ കഴിയില്ല. കടും ഇടപാടുകളും പകയും വിദ്വേഷവുമുള്ള ഇവർക്ക് ഇവിടുന്ന് ലായിലായില്ലല്ല കഴിയുക. നമുക്ക് ദീനിയായിട്ടുള്ള കാര്യങ്ങളിൽ പക വെക്കാം. റസൂലുള്ള പക വെച്ചിട്ടുണ്ട്. ഇസ്ലാമിനെതിരിൽ കളിക്കുന്ന ആളുകൾക്കെതിരിൽ അവിടെ പകയില്ല ഉണ്ടോ?
നമ്മളെ പുരയിലിപ്പം മൗലൂദും റാത്തീബൊക്കെ നടത്തുന്ന ആൾക്കാരില്ല, നമ്മളോട് ഉദ്ദേശമില്ല, വെറുപ്പില്ല. ഞാൻ എന്താ ചെയ്യില്ല അറിയോ? അവിടെ പോയിട്ട് ചെല്ലാൻ കൂടിയിട്ടില്ല, ഞാൻ ചെല്ലിയിട്ടില്ല, തിന്നാനേ കൂടിയിട്ടുള്ളൂ അല്ലേ? അതിൽ തെറ്റുണ്ടോ? എന്നിട്ട് പിന്നെ നമുക്ക് രാവിലെ ഫത്വ മൗലൂദ്. ഇന്നലെ നമ്മളെ പുരയിൽ മൗലൂദും റാത്തീബുണ്ട്, ഈ ബാപ്പ മരിച്ച പേരിൽ. ഞാൻ അവിടെ പോയിട്ടിട്ട് ഇതൊന്നും ചെല്ലിയിട്ടൊന്നുമില്ല, ചോറ് വെച്ച് തെറ്റാണോ? ആ ചോറ് കോഴിക്ക് വരുന്നത് ആ കോഴിന് തിന്നാൻ പാടില്ല. കാരണം ഹറാമായ ചോറല്ല അതൊക്കെ, അള്ളാന്റെ ദീൻ തകർക്കുന്ന ചോറുകളാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ വിഷയം അവിടെ എവിടെയാണ്, നസൈന മാഫി സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാന, ഏകോദര സഹോദരന്മാരായി കീട്ടും മനസ്സിന്റെ അകത്തുള്ള പക അല്ലാഹു ഊരിക്കളയും. എന്നിട്ടോ അലാ സുറുറിൻ മുതഖാബിലീൻ, അള്ളാഹുവിന്റെ സ്വർഗത്തിലെ പല്ലക്കുകളിൽ അഭിമുഖമായിരുന്ന് സംസാരിക്കും. നമ്മൾ പള്ളിയിൽ പോയത്, പള്ളിയിൽ നല്ല കാര്യങ്ങൾ ചെയ്തത്, ആളുകൾക്ക് വേണ്ടി അധ്വാനിച്ചത്, വിദേഹത്തിനെതിരെ പൊരുതിയത്, ഷിർക്കിനെതിരെ പടവെടിയത്, നമ്മൾ നാട്ടിലുള്ള ആളുകളെ മുഴുവനും നന്മയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്, അതിനുവേണ്ടി അധ്വാനിച്ചത്, കഷ്ടപ്പെട്ടത്, നമ്മളുടെ സ്വയം തിന്മ ചെയ്യാൻ ഒരുപാട് അവസരമുണ്ടായപ്പോൾ, മദ്യപിക്കാൻ അവസരമുണ്ടായപ്പോൾ, പലിശ കൊടുക്കാൻ അവസരമുണ്ടായപ്പോൾ, പലിശ വാങ്ങാൻ അവസരമുണ്ടായപ്പോൾ, ഇത്തരം ഹറാമുകളിൽ നിന്നെല്ലാം വഴിമാറി ജീവിക്കുവാൻ സാധിച്ച അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പല്ലക്കുകളിൽ അഭിമുഖമായിരുന്നു സംസാരിക്കുമെന്ന് റസൂലുള്ള പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു നിങ്ങളോട്, തഖ്വയുള്ള ആളുകളെ അള്ളാഹു മരിച്ചു പിരിഞ്ഞ് പരലോകത്തെത്തുമ്പോൾ സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകും കൂട്ടം കൂട്ടമായിട്ട്. റസൂലുള്ള പറയാണ്, അന്ന റസൂലുള്ളാഹി കാല അവ്വലു സുംറത്തിൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്ന ആ സംഘം അല്ല സൂറത്തുൽ ഖമറി ലൈലത്തുൽ ബദർ, അവരുടെ രൂപം, സ്വർഗത്തിൽ കയറുന്ന ആൾക്കാരുടെ രൂപം പൂർണ്ണ ചന്ദ്രൻ ഉദിച്ച പോലെ ഉണ്ടാവും മുഖം. തെബിയല് വുജൂഹും തസ്വദ് വുജൂഹും, ഒരു വിഭാഗം ആളുകളുടെ മുഖം അങ്ങേയറ്റം പ്രശോഭിതമാണ്, മറ്റു കരുത്തിരുന്നതാണ്. എങ്ങനെ വെളുത്ത ആളുകളൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞത് റസൂലുള്ള പറയുന്നു, സൂറത്തുൽ ഖമർ ലൈലത്തുൽ ബദർ, പൂർണ്ണചന്ദ്രൻ, ഇത് 14-ാം രാവ് ഉദിച്ച ചന്ദ്രന്റെ പ്രശോഭയായിരിക്കും സ്വർഗത്തിൽ കയറുന്ന ആളുകൾ, ആദ്യം കയറുന്ന ആളുകൾ. വല്ലതിനാല ഇസ്രിഹിം, ശേഷം വരുന്ന സംഘം. ഓരോ സംഘവും വേറെ വേറെ പോവുക. ഒരു സംഘം, ആദ്യ സംഘം കയറിയാൽ അവരുടെ മുഖം കമറ് പോലെ പൂർണ്ണചന്ദ്രനെ പോലെ ഉണ്ടാവും. ശേഷം വരുന്നവരോ അസദ്ദി കൗക്കബിൻ ഇലാഅത്തൻ, ഏറ്റവും കഠിനമായി വെട്ടിത്തിളങ്ങുന്ന ആകാശലോകത്തെ ഒരു നക്ഷത്രം പോലെ ഉണ്ടാവും ഇവരുടെ പ്രകാശം. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നൂലൊരാഗ്രഹം, നമ്മൾ നാളെ പരലോകത്ത് നരകത്ത് കയറി കരിക്കട്ടാകുന്നതെന്ന് ചിന്തിച്ചു നോക്കി അല്ലേ? അപ്പം ഭയത്തോടെ ശ്രദ്ധയോടെ ജീവിക്കുക. അല്ലാഹു റസൂൽ പറയാണ്, ഖുലൂബുഹും അലാ ഖൽബി ബശരിൻ, സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകളുടെ മനസ്സ് ഒറ്റ മനുഷ്യന്റെ മനസ്സ് പോലെയാണ്. ആർക്കിടയിലും ലാ ഇഖ്തിലാഫ ബൈനഹു വലാ തബാഗുലിൻ, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമോ ഒരു വൈരാഗ്യമോ ഇല്ല. ലികുല്ലിൻ മിൻഹും സൗജത്താൻ, എല്ലാവർക്കും ഈ രണ്ട് ഇണകൾ ഉണ്ടാവും സ്വർഗത്തിൽ. കേട്ടോ, യുറാ മുഖു സാഖിഹാ മിൻ വറാഹി ലഹ്മിഹാ മിൻ ഹുസ്ൻ, അവരുടെ സ്വർഗത്തിൽ പ്രവേശിച്ച ആ നമ്മളുടെ ഭാര്യമാർ, നമ്മളുടെ ഇണകൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, ഇവരുടെ സൗന്ദര്യം കാരണത്താൽ ശരീരത്തിന്റെ ഉൾവശം കാണും, അത്രമാത്രം സൗന്ദര്യം ഉണ്ടാവും. ഈ ലോകത്തൊന്നും അത്ര സൗന്ദര്യമൊന്നും പറയാൻ കഴിയില്ല. ഇതൊന്നിപ്പോൾ ഞാൻ ഈ വാക്കുകളുടെ അർത്ഥം മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. അങ്ങനെ അത്രമാത്രം സൗന്ദര്യ തിളമ്പുകളായിരിക്കും. അതിലെല്ലാം എത്തിപ്പെടാനുള്ള സൗകര്യം മുത്തഖീങ്ങൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ സ്വർഗത്തോപ്പിൽ നമുക്കും ഒരിടം ലഭിക്കണം. അതിനുവേണ്ടിയുള്ള അധ്വാനത്തിൽ നമ്മൾ പ്രയത്നിക്കണം. ഖുർആനും തിരുസുന്നത്തുമനുസരിച്ച് ജീവിക്കണം. ശിർക്കില്ലാതെ ജീവിക്കുവാൻ ശ്രദ്ധിക്കണം. ബിദ്അത്തുകളോട് സലാം പറയാൻ, വിട പറയാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ കുടുംബാംഗങ്ങളായാലും ബന്ധുക്കളായിരുന്നാലും ആരായിരുന്നാലും അവരുടെ ആരുടെയും സ്നേഹം നമുക്ക് ആവശ്യമില്ല. അള്ളാഹുവിന്റെ സ്നേഹവും പൊരുത്തവും ലഭ്യമാകും വിധം ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോൾ സ്വർഗ്ഗം അറിഞ്ഞുകൊണ്ട് യാത്ര പോകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അള്ളാഹു ഒരിടം നൽകുമാറാകട്ടെ. മരിച്ചു പിരിഞ്ഞുപോയ നമ്മുടെ മുഅ്മിനുകളായ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ആരോഗ്യമില്ലാതെ ഭൂമിയിൽ ഒരുപാട് രോഗങ്ങളുമായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാം മനസ്സിലുള്ള സാലിഹായ മോഹങ്ങൾ അള്ളാഹു നമുക്കെല്ലാം സഫലീകരിച്ചിരുമാറാകട്ടെ. നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ വ്യവഹാരങ്ങളിലും എല്ലാം അള്ളാഹു ബർക്കത്ത് നൽകി സാധാരണത്തിനേക്കാൾ ഉപരി
നന്മയിലൂടെ ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അർഹമുറാഹിമിനായ തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തരുമാറാകട്ടെ. കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അല്ലാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.